ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്ന കൊല്ലങ്കോട് ആലമ്പള്ളം ചപ്പാത്ത് പാലത്തിലൂടെ അപകടയാത്ര. ശ്രദ്ധയൽപ്പം പാളിയാൽ പോലും പുഴയിലേക്ക് വീഴുമെന്നിരിക്കെ അധികൃതരുടെ വിലക്ക് മറികടന്നാണ് കാൽനട വാഹനയാത്രക്കാർ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും കിലോമീറ്ററുകൾ ചുറ്റേണ്ടി വരുന്ന യാത്രക്കാരുടെ ഗതികേട് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. വടവന്നൂർ കൊല്ലങ്കോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ഗായത്രിപ്പുഴയ്ക്കു കുറുകെയുള്ള ആലമ്പള്ളം ചപ്പാത്ത് വീണ്ടും തകർന്നതോടെ യാത്രക്കാർ ദുരിതത്തിലായി. തകർന്ന പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് അപകടമാണെന്നിരിക്കെ കുറെയൊക്കെ യാത്രക്കാർ ചുറ്റി സഞ്ചരിച്ചു. എന്നാൽ ഇപ്പോൾ തകർന്നു കിടക്കുന്ന ചപ്പാത്തിലൂടെയാണ് കാൽനട വാഹനയാത്രക്കാർ സഞ്ചരിക്കുന്നത്. ദുരന്തമുണ്ടാകുമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുൻകരുതൽ വകവയ്ക്കാതെയുള്ള ഈ ഞാണിന്മേൽ കളി എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയാത്തതിനാൽ പാലം അടയ്ക്കാൻ തന്നെ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചെത്തി. പക്ഷേ അതിന് സമ്മതിക്കാതെ അവരെ തടയുകയാണ് ഒരു വിഭാഗം ചെയ്തത്. തകർന്ന് ഇനി തകരാൻ പോലും കെൽപ്പില്ലാത്ത ചപ്പാത്തിലൂടെ സ്കൂൾ വിദ്യാർത്ഥികളുമായുള്ള ഓട്ടോറിക്ഷകൾ വരെ കടന്നുപോകുന്നുണ്ട്. കുഴികളിൽ ചിലതൊക്കെ നാട്ടുകാർ മണ്ണിട്ട് അടച്ചിട്ടുണ്ടെങ്കിലും അത് അപകടമൊഴിവാക്കില്ല. കഴിഞ്ഞ 2 പ്രളയത്തിലും തകർന്നടിഞ്ഞ പാലം കരിങ്കല്ലും കോറി വേസ്റ്റും നിറച്ചാണ് താൽക്കാലികമായി ചെറുവാഹനങ്ങൾ കടന്നുപോകാൻ പാകത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സൗകര്യമൊരുക്കിയത്. ഇത്തവണയും അത്തരത്തിൽ താൽക്കാലിക ഗതാഗത സൗകര്യമൊരുക്കാനാണ് പദ്ധതിയെങ്കിൽ അത് നടക്കില്ലെന്നാണ് നാട്ടുകാരുടെ പക്ഷം. അതായത് വളരെ അത്യാവശ്യമായിട്ട് പാലക്കാടിലേക്ക് പോകാൻ പറ്റാവുന്ന ഒരു കട്ട് റൂട്ടാണ് ഈ പറയുന്ന പാലം. അത് കുറച്ച് നാളുകളായിട്ട് ഈ രീതിയിൽ കിടക്കുന്നത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ദയവായിട്ട് ഇതിൻ്റെ അധികൃതർ വേണ്ട രീതിയിലൊന്ന് കൈകാര്യം ചെയ്ത് തന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് സ്കൂളുകളുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്നറിയും. 7 കിലോമീറ്റർ ചുറ്റിയിട്ട് വേണം തൊട്ട് അപ്പുറത്തേക്ക് ആ സ്കൂളിലേക്ക് പോകാനായിട്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. പാലം പുനർനിർമ്മിക്കുന്നതിനായി ബജറ്റിൽ വകയിരുത്തി റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പ്രാഥമിക പരിശോധനകൾ നടത്തിയെങ്കിലും തുടർ നടപടികൾ എങ്ങുമെത്തിയിട്ടില്ല. പാലം പൂർത്തിയായാൽ കോവിലകംമുക്കിൽ നിന്നും കൊല്ലങ്കോട് ചുറ്റാതെ ഊട്ടറയിൽ എത്തിച്ചേരാൻ 2 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ മതിയാകും. UTV ന്യൂസ്, പാലക്കാട്.